ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പറഞ്ഞില്ലേ മൂവ് ചെയ്യുക എന്നുള്ള കാര്യം. അപ്പം ഈ മൂവിങ് കഴിഞ്ഞു, നമ്മൾ പുതിയ സ്ഥലത്തെത്തി. ഒരു രക്ഷയില്ല, അടിപൊളി സ്ഥലം. അതായത് ഞാൻ ന്യൂസിലാൻഡിലൊരു 4-5 വർഷം ജീവിച്ചായിരുന്നു. അപ്പം അവിടുന്ന് പോകുന്നേ പിന്നെ ഐ നെവർ ഫെൽറ്റ് അറ്റ് ഹോം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത്രയും ഇഷ്ടമായിരുന്നു എനിക്ക് ന്യൂസിലാൻഡ്. അവിടുന്ന് പോകുന്നേ പിന്നെ ന്യൂസിലാൻഡ് പോലെ ഒരു രാജ്യത്ത് ആ ഒരു മനസ്സ് സെറ്റിലായിട്ടില്ലായിരുന്നു. UK പോയിട്ടും ഓസ്ട്രേലിയയിലെ മറ്റേ WA പോയിട്ടും പെർത്തിൽ ജീവിച്ചിട്ടും ഒന്നും മനസ്സിലായിരുന്നു. പക്ഷേ ദ മൊമെൻറ്റ് ഐ റീച്ച് ഹിയർ, എൻ്റെ മനസ്സിൽ എന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹമാണ് വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റി ജീവിക്കുക, ചെറിയ ഒരു സെറ്റപ്പ്. വെച്ചാൽ കുറേ കാടും കുറേ മലകളും കുറേ മരങ്ങളും അത്യാവശ്യം ജീവിക്കാൻ വേണ്ട സൗകര്യങ്ങൾ തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ജീവിക്കുക എന്നുള്ളത്. ആൻഡ് ഇറ്റ് കെയിം ട്രൂ. അത് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അതാണ് എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം. ലൈക്ക് എല്ലായിടത്തും ഓപ്പൺ ആയിട്ടുള്ള ഏരിയാസ് നടക്കാനും നമുക്ക് 2-3 ദിവസം ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ നടന്ന് പരിചയപ്പെട്ടാണ് എൻ്റെ കൊച്ചിയിൽ ഇങ്ങോട്ടൊക്കെ വരാൻ. വാ, ഇത് നോക്കിയേ, ആ മരങ്ങളുടെയൊക്കെ ഒരു ആംബിയൻസ് നോക്കിയേ. എനിവേ, സോ അതൊക്കെയാണ് ഇപ്പോൾ സംഭവം വന്നിരിക്കുന്നത്. ടിംബൂൺ എന്നാണ് ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര്. ടിംബൂൺ, TIMBOON. എൻ്റെ ഒരു ഗ്രോസറി സ്റ്റോറുണ്ട്, IGA എന്ന് പറഞ്ഞുകൊണ്ട്. അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം കിട്ടും. പക്ഷേ നമ്മൾ അവിടെ നല്ല വാങ്ങുന്നത്, നമ്മൾ എമർജൻസി പാലും മുട്ടയൊക്കെ ഓടിപ്പോയി വാങ്ങുന്നുള്ളതല്ലാണ്ട് 45 മിനിറ്റ് അപ്പുറമുള്ള വാർണാമ്പൂൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയി നമ്മൾ വാങ്ങുന്നത്. അപ്പം ലൈഫ് കുറച്ചുകൂടെ പ്ലാനിങ് ആവണം. ഇതിനു മുമ്പ് താമസിച്ചിടത്തെല്ലാം നമുക്ക് തോന്നുമ്പോൾ സൂപ്പർ മാർക്കറ്റിലേക്ക് ഓടായിരുന്നു. ഇവിടെ അങ്ങനെ നടക്കില്ല. 45 മിനിറ്റ് നമുക്ക് യാത്ര ചെയ്യണം. അങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ബട്ട് അതൊരു ബുദ്ധിമുട്ടല്ല, നൈസാണ്. ലൈഫ് കുറച്ചുകൂടെ സ്ട്രക്ചേർഡ് ആവും. അതെനിക്കിഷ്ടപ്പെട്ടു. എനിവേ, പിന്നെ ടിംബൂൺ ഞാൻ പറഞ്ഞു. പിന്നെ ഒരു ഫാർമസി ഉണ്ട്, ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്, പിന്നെ ചെറിയ 1-2 കടകൾ, ഒരു തായ് റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ നല്ല തണുപ്പാണ് കേട്ടോ. തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഇപ്പം എത്രയാ, ഇപ്പം 12 ഡിഗ്രി ഉള്ളൂ. നല്ല തണുപ്പാണ്. ഇന്നലെയൊക്കെ രാത്രി 8 ഡിഗ്രി 7 ഡിഗ്രി ആയിരുന്നു. പക്ഷേ എനിക്കിഷ്ടമാണ് തണുപ്പ്, ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് തണുപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ഉടുപ്പിട്ട് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം, പക്ഷേ ചൂട് നമുക്ക് കൊടുക്കാൻ നടക്കാൻ പറ്റില്ലല്ലോ, പ്രശ്നമുണ്ട്. പിന്നെ നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. നമ്മുടെ ഷിപ്പ് ചെയ്ത കാര്യങ്ങൾ, കാറിന്ന് ചേച്ചിയുടെ അടുത്ത് മെൽബണി വന്നിട്ടുണ്ട് ഓൾറെഡി. ഞാൻ വെള്ളിയാഴ്ച അവിടെ പോയി എടുക്കും. സോ സ്റ്റുഡിയോയിലുള്ള ട്യൂട്ടോറിയൽസ്, സാധനങ്ങൾ, നമ്മുടെ സ്ഥിരം ഐറ്റംസ് വരാൻ കുറച്ചധികം സമയമെടുക്കും. ഞാൻ എൻ്റെ ഒരു പൊട്ടത്തരത്തിന് ഞാൻ ഒരു സ്റ്റുഡിയോ ലൈറ്റ് പോലും എൻ്റെ ചെക്കിൻ ബാഗിലിട്ടുകൊണ്ട് കൊണ്ടുപോകുന്നില്ല. ഞാൻ എല്ലാം ഷിപ്പ് ചെയ്തു. WAയിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ല ഇവിടെ ഫ്ലഡ് ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഫ്ലഡ് കാരണം അതെല്ലാം ഡിലേ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു LED ലൈറ്റ് പാനൽ കൈ കരുതിയായിരുന്നെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാറുണ്ട്. പക്ഷേ അതിന് സാരമില്ല, പ്രകൃതി രമണീയത കണ്ടുകൊണ്ട് നടക്കാമല്ലോ. ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ്. ഇതിൻ്റെ ഏറ്റവും വലിയ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് തിരിച്ചു വരുന്ന സംഭവമാണ്. ആ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ് ഒരു 6 മണിക്ക് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ 2.5 മണിക്കൂറുണ്ട് ഇങ്ങോട്ട്. അത് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഒരു ചെറിയൊരു പെട്രോൾ സ്റ്റേഷൻ ഉണ്ട്, BP, ബ്രിട്ടീഷ് പെട്രോളിയം കണ്ടാണ് അതിൻ്റെ പേര്. അപ്പം ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, UK ഉള്ള ഒരു പെട്രോൾ സ്റ്റേഷനാണ്. നല്ല അവിടെ കയറി കഴിഞ്ഞാൽ ഒരു കോഫിയും ഒരു മോക്കച്ചീന പിന്നെ ഒരു സോസേജ് റോളും ഒക്കെ കഴിച്ച്, കൊച്ചിന് ഭയങ്കര ഇഷ്ടമല്ല, ഞങ്ങൾ കഴിച്ച് അവിടുന്ന് അടുത്ത ഡ്രൈവാ. ഓരോ ദിവസവും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പാണ്. 2 വട്ടം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്തു. ഈ വീക്കെൻഡ് ഒന്നുകൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫോഗൊക്കെ ഇങ്ങനെ കട്ട ഫോഗൊക്കെ ഇറങ്ങി കിടക്കുന്നൊരു ഭയങ്കര രസമുള്ള സ്ഥലം. അപ്പോൾ ഇങ്ങോട്ടുള്ള ഡ്രൈവ് ഭയങ്കര രസമായിരുന്നു. അതുപോലെ തന്നെ എന്തോ ഒരു സാധനം. അപ്പോൾ അതുപോലെ തന്നെ ഒരു ലേക്കൊക്കെ ഉള്ള സ്ഥലം കണ്ടായിരുന്നു, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. രാവിലെ അവിടെ സൺറൈസും കാര്യങ്ങളും. സോ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇവിടെ ഒരുപാട് തരത്തിലുള്ള ആനിമൽസ് ഉണ്ട്. കൊവാലാസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഡ്രോപ്പ് ബെയർ എന്നാണത്. അപ്പം ഡ്രോപ്പ് ബെയർ മരത്തിന് മണ്ടേ നമ്മുടെ തല ചാടുമെന്നാണ് പറയുന്നത്. മേറ്റിംഗ് സീസൺ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ മരിച്ചൊക്കെ പോയിട്ടുണ്ട്. കുഞ്ഞു സാധനമാണ്, പക്ഷേ എൻ്റെ വലിയ നഖങ്ങളൊക്കെയാണ്. പിന്നെ കാങ്കറൂസ് ഉണ്ട്, പിന്നെ അങ്ങനെ പാമ്പുകളുണ്ട്, ഇട്ടുകാലുണ്ട്, എല്ലാ സാധനങ്ങളുണ്ട്. നമ്മുടെ സെറ്റപ്പ് സ്ഥലം തന്നെയാണ്. പക്ഷേ സ്കോയ്ക്കാം. ഞാൻ ഇന്നലെ ഇവിടെ ഓടാൻ വന്നപ്പം മഴയായിരുന്നു. ആൻഡ് ഭയങ്കര ആംബിയൻസ് ആയിരുന്നു.
ഫുള്ള് ഫോഗും കോടമഞ്ഞും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് വിശേഷങ്ങൾ. സോ ടേക്ക് കെയർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റുഡിയോ ഒക്കെ വന്നിട്ട് നമുക്ക് അടിപൊളി സംഭവം എടുക്കാം. ഗ്രേറ്റ് ഓഷൻ റോഡിലൊക്കെ പോയി അസ്ട്രോ ഫോട്ടോഗ്രാഫി എടുക്കുന്നതിൻ്റെയൊക്കെ സംഭവങ്ങൾ നമുക്ക് ചെയ്യാം. പക്ഷേ ഒരു ലൈറ്റ് പോലും ഇല്ല. ഇവിടെ ഇവിടെ മോസ്റ്റ്ലി ക്ലൗഡിയാണ്. അതുകൊണ്ട് അസ്ട്രോ ഫോട്ടോഗ്രാഫി പെട്ടിക്കകത്ത് കൊണ്ടുവരും. ബട്ട് നല്ല രസം, നല്ല കാടുകൾ. ഐ മീൻ നമ്മുടെ നാട്ടിലെ കാട് പോലെയല്ല, പക്ഷേ എനിക്കിഷ്ടമാണ് പച്ചപ്പ്. അപ്ഡേറ്റ്. ഞാൻ നിങ്ങളോട് വീഡിയോ വൈൻഡപ്പ് ചെയ്ത് നടക്കുന്ന വഴിക്ക് ആ കുന്നിൽ നിന്ന് ഒരു ക്യാങ്കരു ഇപ്പുറത്തേക്ക് ചാടി. ഞാനത് കഴിഞ്ഞ് നേരെ മിണ്ടാണ്ട് നടന്ന് നേരെ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പം അടുത്ത ക്യാങ്കറുവിനെയും കണ്ടു. ഞാൻ ഒരു മൂലയ്ക്ക് നിൽക്കുകയാണ്. ആക്ച്വലി ഈ സാധനം ആക്രമിക്കും, തല്ലിത്തൊപ്പിക്കാൻ പറ്റില്ല. ഇറ്റ്സ് വെരി ബിഗ്, മീൻസ് ഹ്യൂജ് ആനിമൽ. അവിടെ ആ ഒരു മൂലയ്ക്ക് ഇങ്ങനെ പമ്മി നിൽക്കുവാണ്. പമ്മി. ഓക്കെ, എനിക്ക് തോന്നുന്നത് പോയെന്നാണ്. നോർമലി അത് ഇങ്ങോട്ട് വരില്ല, പക്ഷേ എൻ്റെ മുമ്പിൽ നമ്മൾ പെട്ടുപോയാൽ ഞാൻ വായിച്ചത് പ്രകാരം 2 മരത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒളിച്ച് നിൽക്കണമെന്നാണ് പറഞ്ഞത്. ഞാൻ മരത്തിൻ്റെ ഇടയ്ക്ക് പതുക്കെ ഒളിച്ച് നിന്ന് മാറി. ഇനി മുമ്പോട്ട് നടക്കണോ അതോ തിരിച്ച് പോകണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിവേ, ഞാനിങ്ങനത്തെ സിറ്റുവേഷൻ നമ്മളങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് അറിയത്തില്ല. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ, പീസ്.